തികച്ചും ശാന്തമായൊരു ട്രെയിൻ യാത്ര പെട്ടെന്നൊരു ബഹളമയമായ റീൽ ഷൂട്ടിംഗ് സെറ്റായി മാറിയാൽ എങ്ങനെയുണ്ടാകുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളേവർക്കും ഏറെ ചിന്തിക്കാനുള്ള ഒന്നാണ് പൊതു ഇടങ്ങളിലെ ഇത്തരം പൗരബോധമില്ലായ്മ. ഇതിൽ ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് മൻമോഹൻ വർമ്മ എന്ന യാത്രക്കാരനുണ്ടായ ദുരനുഭവമാണ്. ബിലാസ്പൂരിൽ നിന്ന് ലക്നൌവിലേക്ക് ഗരീബ് രഥ എക്സ്പ്രസിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ കൂടെയുണ്ടായിരുന്ന ഒരു വലിയ സംഘം കോച്ചിനുള്ളിൽ വലിയ ശബ്ദത്തിൽ പാട്ടുവെച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടൊട്ടും വകവെക്കാതെ അവർ നിരന്തരം സോഷ്യൽ മീഡിയ റീൽസ് എടുത്തുകൊണ്ടേയിരുന്നു. രണ്ടാമതായി, എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? മണിക്കൂറുകൾ നീണ്ട ഈ ബഹളമൊടുവിൽ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ വർമ്മ ഉടൻ തന്നെ 139 എന്ന റെയിൽവേ ഹെൽപ്പ് ലൈനിൽ പരാതി നൽകി. വളരെ പെട്ടെന്ന് തന്നെ റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അവസാനമായി, നമ്മളെയെല്ലാം ഇരുത്തി ചിന്തിപ്പിക്കുന്ന വർമ്മയുടെ ശ്രദ്ധേയമായൊരു പ്രതികരണമുണ്ട്. ട്രെയിൻ എന്നത് ഒരു പൊതുയിടമാണെന്നും അതൊരാളുടെയും സ്വന്തം ലിവിംഗ് റൂം അല്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അടിസ്ഥാന മര്യാദകൾ പോലും മറക്കുന്ന ഈ കാലത്ത് പൗരബോധം എന്നത് ട്രെയിനിലെ തീരെ ബുക്കിംഗില്ലാത്തൊരു യാത്രക്കാരനായി മാറിയെന്ന് അദ്ദേഹം വളരെ നിരാശയോടെ ചൂണ്ടിക്കാണിക്കുന്നു. പൊതുയിടങ്ങളിൽ മറ്റുള്ളവരെ ബഹുമാനിക്കാനും നമ്മുടെ ശബ്ദമൊന്ന് കുറയ്ക്കാനുമുള്ള ചെറിയൊരു കരുതൽ നമ്മളെല്ലാവരുടെയും യാത്ര കൂടുതൽ സുഖകരമാക്കുമെന്ന് എപ്പോഴും ഓർക്കുക.